ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കിരൺ ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ കിരണും കല്യാണിയും വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും സോഫയിൽ അങ്ങനെ ഇരുന്നിട്ട് അവരുടെ ആ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷത്തിൽ വന്നത് ആരാണെന്ന് CCTV ദൃശ്യത്തിലൂടെ അവരങ്ങനെ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം കല്യാണി ചോദിക്കുന്നുണ്ട്, അല്ല ഇവൻ്റെ ഈ മതിൽ ചാട്ടവും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ കിരണം പറയാണ്, അത് ശരിയാ, നിങ്ങളെല്ലാവരും കൂടുതലായിട്ട് അടുത്തറിഞ്ഞിട്ടുള്ളത് അവനെ, അപ്പം അതുകൊണ്ട് തന്നെ ആരാണെന്നതാണ് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇത് ഗംഗപ്രസാദ് തന്നെയാണ്, അത് അവൻ തന്നെയാണ് എന്ന് ലക്ഷ്മി അമ്മയും കാർത്തികയും ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ മനസ്സിൽ അവൻ മരിച്ചിട്ടില്ല എന്നാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് അവനാണ് എന്ന് നിങ്ങൾ ഇത്ര തറപ്പിച്ച് പറയാൻ കാരണം എന്ന് പറയുമ്പോൾ, അല്ല കിരണേ, ഇത് അവൻ തന്നെയാണ്, ഇതിപ്പോൾ നിങ്ങൾ എന്തിനാ ഇവിടെ താമസിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ വന്ന് താമസിച്ചൂടെ എന്ന് കിരൺ ചോദിക്കുമ്പോൾ, വേണ്ട, ഞങ്ങൾ അവിടെ വന്ന് താമസിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ അവൻ വന്ന് ഇതുപോലെ മതിൽ ചാടി വന്നിരുന്നെങ്കിൽ ഞങ്ങളെ കിട്ടിയില്ലെങ്കിൽ അവിടെയുള്ള വേറെ ആരെങ്കിലും കുത്തി അവൻ കൊന്നു പോയേനെ. അങ്ങനെയാണല്ലോ കല്യാണിയുടെ അമ്മയെ കല്യാണിക്ക് നഷ്ടപ്പെട്ടത്. ആ സമയത്ത് ഞങ്ങൾ ആ കുട്ടിയുടെ കണ്ണുനീര് ഒരുപാട് കണ്ടതാണ്, ഇവളുടെ സങ്കടം ഞങ്ങൾ മനസ്സിലാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയാണ്, എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അതിപ്പോൾ എൻ്റെ അമ്മയല്ല, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ സങ്കടപ്പെടില്ലേ, അതൊന്നും സാരില്ല, നിങ്ങൾ അവിടേക്ക് വായു എന്ന് കല്യാണി വീണ്ടും നിർബന്ധിക്കുകയാണ്. ഇല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അവിടേക്ക് വരില്ല, അപ്പോൾ എന്നാൽ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാം എന്ന് കല്യാണിയും കിരണും പറയുമ്പോൾ, വേണ്ട, നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുകയും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, അല്ല, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ദിലീപിനെ വിളിച്ചറിയിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, ദിലീപേട്ടനെ വിളിച്ചറിയിച്ചില്ല, അങ്ങനെ പാടില്ല, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദിലീപേട്ടനെ വിളിച്ചറിയിക്കണം, പിന്നെ അവനോട് പുറത്തു പോകുമ്പോഴും എന്തെങ്കിലും ആയുധം കയ്യിൽ കരുതിയിട്ട് പോകണമെന്ന് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതെന്തായാലും ചെയ്തോളാം എന്ന് പറയാണ്. അപ്പോൾ ഈ ഗംഗപ്രസാദ് അവൻ മരിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് വീണ്ടും ഈ പറയുന്ന കാർത്തികയും അതുപോലെ ലക്ഷ്മി അമ്മയും പറയുകയാണ്. അങ്ങനെ അതിനുശേഷം കല്യാണിയും കിരണും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് നമ്മുടെ ഗംഗയെ കാണിക്കുന്നുണ്ട്. ഗംഗയാണെങ്കിൽ അങ്ങനെ അവരുടെ ആ വീട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്, നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു, എന്തുകൊണ്ടോ എൻ്റെ കയ്യിൽ നിന്നത് മിസ്സായി, ഇവരെ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ മാത്രം എനിക്കെന്താ ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നത്, അതെന്താ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കല്യാണിയും കിരണയും തന്നെ കാണിക്കുകയാണ്. രാത്രി കിടക്കാൻ നേരം അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണിയോടായിട്ട് കിരൺ ചോദിക്കുന്നുണ്ട്, കല്യാണി, നിനക്ക് എന്താ തോന്നുന്നത്, അവൻ്റെ ആയൊരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് എന്ന് പറയുമ്പം, എനിക്ക് തോന്നുന്നത് അത് ഗംഗ തന്നെയാണെന്നാണ്. അപ്പോൾ അങ്ങനെയാണോ നീ ഉറപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, കിരണേട്ടാ, പോലീസിനോട് നമ്മൾ ഈ സംഭവം പറഞ്ഞപ്പോൾ പോലീസ് എന്താ പറഞ്ഞത്, അങ്ങനെ കിരൺ തന്നെ ഗംഗ തന്നെ ആയിരിക്കുമെന്നല്ല പറഞ്ഞത്, അവൻ്റെ ആ എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ലേ പോലീസ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് അവൻ ആ കാട്ടിൽ സുരക്ഷിതമായി അവൻ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് കല്യാണി പറയുമ്പോൾ, നിൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്നാൽ നമുക്ക് നാളെ തന്നെ ആ കാട്ടിലോട്ട് പോകാം, നമ്മുടെ കുടുംബക്കാർക്ക് അവിടുത്തെ തേൻ ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ തേൻ എടുക്കാൻ വേലുവിനെ വിളിച്ച് പറയാം, വേലുവിനോട് നേരത്തെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ തേൻ എടുത്ത് വെച്ചോളും, എന്നാൽ നമുക്ക് രണ്ടുപേർക്കും തന്നെ നാളെ തന്നെ കാട്ടിലോട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ എന്തായാലും എന്നാൽ കല്യാണി നീ കിടന്നോ എന്നും പറഞ്ഞിട്ട് കിരണിൻ്റെ കയ്യിൽ അങ്ങനെ കല്യാണി കിടക്കുകയാണ്. അവരങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന വേലുവിനെയാണ് കാണിക്കുന്നത്. വേലു ആണെങ്കിൽ തേനൊക്കെ കുപ്പിയിൽ അങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് അമൽ വരികയാണ്. അമല് പറയുന്നുണ്ട്, ഇയാൾ ഇതിവിടെ എന്താ എടുക്കാം, എല്ലാവരും ഇതേ ഭക്ഷണത്തിന് മുന്നിലിരിക്കുകയാണ്, ഇയാളെ കാത്തിരിക്കുകയാണ്, ഇയാൾക്ക് ഭക്ഷണമൊന്നും വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിശപ്പില്ലടി, എൻ്റെ വിശപ്പൊക്കെ പോയി എന്ന് പറയുകയാണ്. ഇയാൾക്ക് വിശപ്പില്ലെങ്കിൽ വേണ്ട, എനിക്കിപ്പോൾ വലിയ നിർബന്ധമായിട്ടൊന്നുമല്ല, എന്നോട് അച്ഛനും അമ്മയും വിളിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ എനിക്കറിയാടി നിനക്ക് ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നൊന്നും ഒരു താല്പര്യമില്ല എന്ന് എനിക്കറിയാം, നിൻ്റെ മനസ്സിലിപ്പോൾ അവനല്ലേ, അവൻ വന്നതിന് ശേഷമാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി തുടങ്ങിയതെന്ന് പറയുമ്പോൾ
അതൊക്കെ ഇയാളുടെ തോന്നലാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും ഇയാളോട് അങ്ങനെ അകൽച്ച കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണിൽ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടടി, കാണാൻ പാടില്ലാത്ത പലതും. അപ്പോൾ അമൽ ചോദിക്കുന്നുണ്ട്, എന്ത് കണ്ടു എന്നാ പറയുന്നത്? ഒരു ആണും പെണ്ണും ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കുന്നത്, അത് അയാളുടെ സഹായിക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ ചെയ്തത്, അല്ലാതെ എന്ത് കണ്ടു എന്നാ പറയണേ? നീ എന്നെ പൊട്ടനാക്കാനൊന്നും നോക്കണ്ട, ഞാൻ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിശ്വാസമാണ്, അത് തന്നെയാണ് നീ മുതലെടുക്കുന്നത്. ഇയാൾക്ക് വേണമെങ്കിൽ വന്ന് കഴിക്കുക, ഇല്ലെങ്കിൽ കഴിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ആടി, നിനക്ക് അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം, ഇതിപ്പോൾ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ എന്നെ ഇവിടെ വന്ന് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമലു അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അമലു നേരെ അവർ ഭക്ഷണം കഴിക്കുന്നിടത്തേക്കാണ് പോകുന്നത്. അപ്പം മൂപ്പൻ ചോദിക്കുന്നുണ്ട്, എന്തേ വേല് വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അയാൾക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞു. അതെന്താ വിശപ്പില്ലാത്തത്? അപ്പോൾ അവൻ ഇന്ന് മുഴുവനും കാട്ടിലായിരുന്നല്ലോ തേനെടുക്കാൻ പോയിട്ട്, അവിടെ തേൻ കുപ്പിയിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അമല് പറയുമ്പോൾ, എന്നിട്ടും അവന് വിശപ്പില്ലേ? എന്തായാലും നീ അവനോട് ഒരുപാട് അകൽച്ച കാണിക്കും, നിന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷെ അവൻ ഭക്ഷണം കഴിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്ത് ഇടപഴകുന്നുണ്ടെന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഗംഗ പറയാണ്, ഞാനൊന്നും ചെയ്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ, അത് ഞങ്ങൾക്കറിയാം മോനെ. അപ്പോൾ അങ്ങനെ അവൻ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇവന് മോന് പാല് കൊടുക്കാറില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമലുവിനോട് മൂപ്പൻ. അപ്പോൾ പറയാണ്, ഉവ്വ ഞാൻ കൊടുക്കാറുണ്ട് അച്ഛാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം നിർത്തിയോ എന്ന് ചോദിക്കുകയാണ് അമലു. അത് മതി എന്നും പറഞ്ഞ് അവിടെ നിന്നും ഗംഗ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ മൂപ്പൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നല്ല കൊച്ചനാണ് അല്ലേ എന്ന് പറയാണ്. അതെ, അതുകൊണ്ടാണല്ലോ അമ്മേ, പക്ഷേ നീ അവനോട് കൂടുതൽ ഇടപഴകണ്ട, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് വേലുവാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഞാനൊന്നും ഇടപഴകുന്നില്ല, അത് അയാളുടെ സംശയമാണ് എന്ന് പറയാണ്. അപ്പോൾ അവൻ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പോകും, അപ്പോൾ അവൻ പോയി കഴിഞ്ഞാലും നിനക്ക് വേലു മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വേലു ഭക്ഷണം കഴിച്ചിട്ട് ഈ വിനായകൻ ഭക്ഷണം കഴിച്ചിട്ട് വേലുവിൻ്റെ അരികിലേക്ക് വരികയാണ്. എടാ, നീ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു എന്ന് വേലു ചോദിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കാണും, നീ ഇവിടെ സുഖവാസത്തിന് വന്നിരിക്കുകയാണില്ലേ, നിന്റെ പേര് വിനായകൻ എന്ന് തന്നെയാണടാ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്റെ കാര്യത്തിൽ പല സംശയങ്ങളുമുണ്ട്, നീ വിനായകനൊന്നുമല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. നീ ഈ വല്ല കള്ളനോ കൊലപാതകയോ മറ്റോ ആണോ? ഞാൻ എന്തായാലും ഫോറസ്റ്റുകാരൻ നിന്നെ കാണിച്ചു കൊടുക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ ചെയ്തിട്ടില്ല, നീ എൻ്റെ പെണ്ണിനെ പൂർണ്ണമായി നീ എടുത്തിരിക്കുകയാണ്. ഞാൻ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും ഞാൻ കാണുന്നുണ്ട്. നീ എന്തായാലും ഇവിടെ കാട്ടിലുള്ളവരൊക്കെ പാവങ്ങളാണ്, അതുകൊണ്ടാണ് നിന്നെ വിശ്വസിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അമലു പാല് ഗ്ലാസുമായിട്ട് നേരെ വിനായകൻ്റെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ വിനായകന് പാല് കൊടുക്കുന്നുണ്ട്. വിനായകേട്ട പാല് എന്ന് പറഞ്ഞ് അങ്ങനെ അവനത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒറ്റ കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അമലുവിനോട്. അപ്പം ഞാൻ എന്തിനായിട്ട് വിനായകേട്ടനെ ഒറ്റ കൊടുക്കുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ വേലു ചെയ്യും എന്നിങ്ങനെ വിനായകൻ പറയാണ്. അവനൊരു പക്ഷേ ചെയ്യുമായിരിക്കും, അവൻ അങ്ങനത്തെവനാണ്. എന്തായാലും ഏട്ടൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഏട്ടൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുള്ള കാര്യം മറക്കണ്ട. നമുക്ക് എന്തായാലും ഈ ക്രിസ്മസ് കഴിയുമ്പോൾ ഈ നാട്ടിൽ നിന്ന് പോകാം, ഏട്ടൻ്റെ നാട്ടിലോട്ട് പോകാം. പിന്നെ ഈ കാട്ടിലുള്ളവരൊക്കെ വിഷമിക്കും, എൻ്റെ അച്ഛനമ്മയ്ക്ക് ഒരുപാട് കരയും, അത് സാരില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. പിന്നെ മൂപ്പൻ്റെ മകളല്ലേ ഞാൻ, എന്നോട് ക്ഷമിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമലു. പോകാമെന്ന് വിനായകൻ അവളോട് ഇങ്ങനെ വാക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പാല് കുറച്ചെടുത്തിട്ട് അമലുവിനും കൊടുക്കുകയാണ് നമ്മുടെ വിനായകൻ. അപ്പോൾ അവൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അതിൽ നിന്നും കുടിക്കുകയാണ് കുറച്ച്. ഇനി ഇതുപോലെ ആയിരിക്കണം പപ്പാതി, എന്ത് കിട്ടിയാലും നമുക്ക് പപ്പാതി ആയിരിക്കണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട്, എന്നാൽ വിനായകേട്ടൻ കിടന്നു, ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വാതിൽ വന്ന് മുട്ടും, അപ്പോൾ വാതിൽ തുറന്നേക്കണം എന്ന് പറയാണ്. അപ്പോൾ ശരി എന്ന് പറയുന്നുണ്ട്. ഇന്നലെ വന്ന് മുട്ടിയപ്പോൾ ഇതിൻ്റെ അകത്ത് ആളുണ്ടായിരുന്നില്ല, ഇന്ന് എവിടേക്കും പോകരുത് കേട്ടോ, ഞാനുണ്ടാവും കൂടെ, ഒറ്റയ്ക്കൊന്നും പോകരുത് കേട്ടോ എന്നിങ്ങനെ അമല് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അമല് പോയതിന് ശേഷം വിനായക മനസ്സിൽ കരുതുന്നുണ്ട്, എടി ഈ കാട്ടിലെ ഏറ്റവും പൊട്ടിപ്പെണ്ണാണ് നീ, ഒരു പാവം പിടിച്ച പെണ്ണ്, നിനക്ക് പ്രേമിക്കാൻ എന്നെ കണ്ടുള്ളൂ, ഞാനേ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ദുഷ്ടനാണ്, നിനക്ക് ചതി പറ്റിമോളെ എന്നിങ്ങനെ മനസ്സിൽ നമ്മുടെ ഗംഗ കരുതുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.